ഏഴായിരം അടിയിലധികം ഉയരത്തിലുള്ള ചൊക്രമുടി മലനിരയിൽ സമൃദ്ധമായ ഒരു കുറിഞ്ഞി വസന്തമായിരുന്നു വിരുന്നെത്തേണ്ടിയിരുന്നത്. എന്നാൽ മേഖലയിലെ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും അതിന് മങ്ങലേൽപ്പിച്ചു. നൂറുകണക്കിന് കുറിഞ്ഞിച്ചെടികൾ മണ്ണുമാന്തിയ യന്ത്രങ്ങൾ പിഴുതെറിഞ്ഞു. 2026 വസന്തം തീർക്കേണ്ട ചെടികളാണ് പിഴുതെറിഞ്ഞത്. എങ്കിലും ബാക്കി നിൽക്കുന്ന കുറിഞ്ഞിച്ചെടികൾ പൂവിട്ട് വസന്തത്തിന്റെ വരവറിയിച്ചു. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം വസന്തം തീർക്കുന്ന നീലക്കുറിഞ്ഞികൾ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറിഞ്ഞിപ്പൂക്കൾ നശിപ്പിക്കുന്നതും കൈവശം വെക്കുന്നതും ശിക്ഷാർഹവുമാണ്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 1972 കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം. 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും അടയ്ക്കേണ്ടി വരും. എന്നാൽ ചൊക്രമുടി മലനിരയിലെ നീലക്കുറിഞ്ഞികൾ പിഴുതെറിഞ്ഞ അനധികൃത നിർമ്മാണവും കയ്യേറ്റവും നടത്തിയവർക്കെതിരെ ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മൂന്നാർ രാജമലയിലേതുപോലെ തന്നെ വരയാടുകളും നീലക്കുറിഞ്ഞികളും ധാരാളമായുള്ള പ്രദേശമാണ് ചൊക്രമുടി മേഖല. ഇവിടം ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ ചൊക്കമല കയ്യേറ്റ ഭൂമിയിൽ നീലക്കുറിഞ്ഞി പൂക്കാൻ തുടങ്ങി. കണ്ടോ, ഇതൊക്കെ മൊട്ടുകൾ വിരിഞ്ഞ് ഇങ്ങനെ ഭംഗിയായിട്ട് മൊട്ടുകൾ വിരിയാൻ തുടങ്ങി. ഓരോരോ പൂവ് ഇവിടെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ കയ്യേറ്റ ഭൂമിയിൽ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞികളുണ്ടായി. ആ നീലക്കുറിഞ്ഞികളൊക്കെ ഇളക്കി ഇത് അവിടെയൊക്കെ കാണാം, തിക്കായിട്ട് ഇരിക്കുന്നു നീലക്കുറിഞ്ഞികൾ. ഈ ഇളക്കിയിട്ട ഭൂമിയിലുള്ള നീലക്കുറിഞ്ഞികളൊക്കെ നശിപ്പിച്ച് ആകെ ഇവിടെ ഒരു ചെടി കണ്ടിട്ടുണ്ട്, അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ വരയാടുകളുണ്ടായി. വരയാടുകൾ ഇപ്പോഴും ഉണ്ട്. അത് 3 മണി സമയത്തും 4 മണി സമയത്തും ഇറങ്ങി വരും. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടാകും. ഈ വെള്ളമാണ് വരയാടുകൾ വന്ന് കുടിച്ചിട്ട് പോണത്. ഇത് രാജമല പെട്ടിമുടി പോലെ വരയാട് സംവിധാനത്തിൽ ഈ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഇത് നാഷണൽ പാർക്കായിട്ട് നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ ചൊക്രമുടി മലയെ ഫോറസ്റ്റുകാർ നാഷണൽ പാർക്കായിട്ട് ഏറ്റെടുക്കണമെന്ന് ഫോറസ്റ്റ് വകുപ്പിനോട് പറയുന്നു. ഇത്തരം മരങ്ങൾ ഇളക്കിയിട്ടും ഈ കല്ല് ഇളക്കിയിട്ടും ഈ സ്ഥലത്ത് ഫോറസ്റ്റുകാർ വന്ന് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതുപോലെ വൻമരങ്ങളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ പോയി? പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന മൂന്നാർ, തമിഴ്നാട്, കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ മാത്രമാണ് വർഷങ്ങൾ കാത്തിരുന്നുള്ള കുറിഞ്ഞിപ്പൂക്കാലം ആസ്വദിക്കുവാൻ കഴിയുക. സ്ട്രോബിലിയാന്തസ് കുന്തിയാന എന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞികൾ 64 ഇനങ്ങളുണ്ട്. ഇതിൽ 47 ഇനവും മൂന്നാർ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.